മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യ നാടെന്നാണോ, ജനങ്ങളുടെ മേലുള്ള ആധിപത്യമുള്ളതാണെന്നാണോ തോന്നുന്നത്? മൊത്തം പൊളിക്കേണ്ടി വരും. എന്നൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് മോനെ പറയാനുള്ളത് എന്റെ വായിലേക്ക് കുത്തിയിട്ട് അല്ലല്ല, ഞാൻ സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. ഞാൻ ചോദിക്കുന്നത് അതല്ല. എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല, ചോദ്യങ്ങൾ ചോദിക്കാം. മനസ്സിലായി ഇല്ല, നിനക്കിപ്പോഴും മുഴുവൻ മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ചതാണ്. അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളിയിൽ വരില്ല, പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതമെന്നോ പലപ്പോഴും അറിയാറില്ല. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷെ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം വേണ്ട പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? അങ്ങനെ ആ വഴി അടഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ചു പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ലേ. അപ്പൊ ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോവിനോയ്ക്ക് പറയാതിരിക്കാൻ പറ്റൂ? അങ്ങനെയൊക്കെ ചോദിക്കണം ഭയങ്കര മോശമാണ്. എടാ, എനിക്ക് ഈ സാഹചര്യത്തിൽ നിഷ്പ്രയാസം രക്ഷപ്പെടാം. എങ്ങനെ? കാരണം എനിക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.